നമസ്കാരം. മലയാളികളുടെ പ്രിയ ഗായകനാണ് എം ജി ശ്രീകുമാർ. പതിറ്റാണ്ടുകളായി മലയാളിയുടെ സന്തോഷത്തിനും സങ്കടങ്ങൾക്കും എല്ലാം കൂട്ടിരിക്കുന്ന ശബ്ദം. ദേശീയ പുരസ്കാരമടക്കം നിരവധി നേട്ടങ്ങൾ. മലയാളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒട്ടനവധി പാട്ടുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. പിന്നണി ഗാനരംഗത്തെത്തുന്നത് പോലെ ഗാനമേള വേദികളിലും ഇന്നും നിറസാന്നിധ്യമാണ് എം ജി ശ്രീകുമാർ. പാടുകയും ആടുകയും ചെയ്യുന്ന ഗായകരുടെ കാലത്തും ഒരു ചുവട് പോലും വെക്കാതെ തന്നെ ഉത്സവ പറമ്പുകളെ ആവേശത്തിരയിലേക്ക് എടുത്തെറിയാൻ എം ജി ശ്രീകുമാറിന് സാധിക്കും. പ്രായത്തെയും കരിയറിലെ തലപ്പക്കുത്തെയും ഒക്കെ മറന്നുകൊണ്ട് വേദികളിൽ നിന്നും വേദികളിലേക്ക് പോവുകയാണ് എം ജി. മോഹൻലാലും എം ജി ശ്രീകുമാറും അടുത്ത സുഹൃത്തുക്കളാണ്. കുട്ടിക്കാലം മുതലെയുള്ള സൗഹൃദം സിനിമയിലെത്തിയപ്പോഴും ഇരുവരും നിലനിർത്തിയിരുന്നു. ലാലു എന്ന് എം ജിയും ശ്രീകുട്ട എന്ന് മോഹൻലാലും വിളിക്കും. സ്കൂൾ കാലഘട്ടം മുതലെയുള്ള ബന്ധമാണ്. അതിപ്പോഴും അങ്ങനെ പോകുന്നു. ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെല്ലാം വാചാലരാവാറുണ്ട്. അന്നത്തെ സുഹൃത്ത് സംഘം ഇപ്പോഴും അതേപോലെയുണ്ട്. മോഹൻലാലിന്റെ അഭിനയവും എം ജിയുടെ പാട്ടും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇവരുടെ കൂട്ടുകെട്ടിലെ മിക്ക ഗാനങ്ങളും സൂപ്പർ ഹിറ്റാണ്. ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് അവയെല്ലാം. സ്റ്റേജ് പരിപാടികളിലും ചാനൽ ഷോയിലുമെല്ലാം ഇരുവരും ഒന്നിച്ചെത്താറുണ്ട്. എം ജി വിധികർത്താവായിരുന്ന സമയത്ത് ടോപ്പ് സിംഗറിലേക്ക് അതിഥിയായി മോഹൻലാൽ എത്തിയിരുന്നു. മോഹൻലാൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സിനിമയിൽ പാടുന്നതെന്നാണ് ചിലർ പറയുന്നത്. ബേസിക്കായിട്ട് നമുക്ക് പാടാമെന്നുണ്ടെങ്കിൽ അതിനൊരു കഴിവ് വേണം. അതുപോലെ തന്നെ മോഹൻലാൽ എടുത്തിട്ടുള്ള കുറേ പടങ്ങൾ, ബറോസ് ഉൾപ്പെടെയുള്ള സിനിമകൾ, പിന്നെ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ, അതിലൊന്നും എന്നെ പാടിച്ചിട്ടില്ല. ഭരതം സിനിമയിലൊന്നും എൻ്റെ പാട്ടില്ല. ഇതൊന്നും എന്നെ കൊണ്ട് പാടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒന്നും അല്ല. ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കാരണം സംഭവിച്ചതാണ്. ചിത്രം എന്ന സിനിമയിൽ പാടിയപ്പോൾ മോഹൻലാലിന് എൻ്റെ ശബ്ദം മാച്ച് ആവുന്നുവെന്ന് എല്ലാവരും പറഞ്ഞു. എന്നെയും ലാലുവിനെയും സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്കൊരു വഴി തുറന്നു കിട്ടുന്നത്, അല്ലാതെ ആരുടെയും ശുപാർശയിലല്ല. ഗൾഫ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വിശേഷങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ ഒരു ശുപാർശ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം പ്രിയദർശൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എനിക്കൊരു എൻട്രി തന്നു. ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തി തൊട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. ഒരു എൻട്രി തന്നതുകൊണ്ട് പ്രിയദർശൻ്റെ സിനിമയിൽ മാത്രമല്ല ഞാൻ പാടിയത്, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എ റഹ്മാൻ, രാജ് സാറിനുമൊക്കെ വേണ്ടിയും. ആൾക്കാർ പറയുന്നത് കൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. കഴിവെന്നും കഴിവ് തന്നെയാണ്. ആത്മവിശ്വാസം സമ്മതിക്കാതെ വയ്യ. എം ജി പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങളുടെ ശബ്ദം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് തുടങ്ങി നിരവധി കമൻറ്റുകളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. അവസരങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാനും ലാലും ഇതുവരെ പിണങ്ങിയിട്ടില്ല. അങ്ങനെയൊന്നും ലാലുവിനോട് പിണങ്ങാൻ കഴിയില്ല. എന്നെക്കൊണ്ട് പാടിക്കണമെന്നോ പാടിക്കരുതെന്നോ പറയാറില്ല ലാലു. ഭരതം അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമയായിരുന്നു. അതിലെൻ്റെ പാട്ടില്ലായിരുന്നു എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിനോട് പിണങ്ങി നിന്നിട്ടില്ല. കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വീണ്ടും പാടിയത്. തുടരുമെന്ന ചിത്രത്തിലെ ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു. ഞങ്ങളുടെ സൗഹൃദം പാട്ടിനെ വെച്ചല്ല, അഭിനയമോ അവസരങ്ങളോ നോക്കിയല്ല ഞങ്ങൾ സുഹൃത്തുക്കളായത്. ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്ഷിപ്പാണ് അതെന്നും അതുപോലെ നിലനിൽക്കുമെന്നുമായിരുന്നു എം ജി ശ്രീകുമാർ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതേസമയം തന്നെ മോഹൻലാലും എം ജി ശ്രീകുമാറുമായുള്ള ബന്ധം എപ്പോഴും ചർച്ചയാകാറുണ്ട്. മാത്രമല്ല, മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോഴും എം ജി ശ്രീകുമാറിന്റെ വാക്കുകൾ വലിയ രീതിയിൽ വാർത്തയായിരുന്നു. മോഹൻലാൽ കുടുംബവുമായി എം ജി ശ്രീകുമാറുള്ള ബന്ധം അറിയിക്കുന്നത് തന്നെയായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ സംഭവിച്ചത്. അന്ന് എം ജി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ അമ്മ ശാന്തകുമാരിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലാലുവിന് മാത്രമല്ല ഞങ്ങളുടെയും കൂടി അമ്മയാണവർ. എൻ്റെ അമ്മയ്ക്ക് എന്നേക്കാളും പ്രിയപ്പെട്ടതായിരുന്നു ലാലു. ഞങ്ങൾ മാത്രമല്ല കുടുംബാംഗങ്ങളും ഇതേ ബന്ധം നിലനിർത്തിയിരുന്നു. ലാലുവിൻ്റെ അമ്മയെ കാണാനായി ലേഖയ്ക്കൊപ്പമായി എം ജി പോയിരുന്നു. അമ്മയായിരുന്നു ലാലുവിൻ്റെ ലോകം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപാട് വിഷമമുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അറിയുന്നതാണ്. പൂജപ്പുരയിലായിരുന്നല്ലോ അവർ. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. അവിടെ ചെല്ലുമ്പോഴെല്ലാം അമ്മ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വയ്യെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നലെ ലാലുവിനെ വിളിച്ചിരുന്നു. ഇവിടെ തുടക്കം ഷൂട്ടിംഗ് നടന്നു വരികയാണ്. അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട എന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണ്. കുറച്ച് മുന്നെയാണ് ഞാൻ ഇതേക്കുറിച്ച് അറിഞ്ഞത്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വിളിക്കാറുണ്ട്. അമ്മയ്ക്ക് വയ്യായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതാണ് ലാൽ എങ്ങും പോവാതെ ഇവിടെ തന്നെ തുടർന്നതും. അമ്മ എന്ന് പറഞ്ഞാൽ ലാലിന് എല്ലാമാണ്. എനിക്കും അങ്ങനെയാണ്. ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ എപ്പോഴുള്ള ടീം തന്നെയായിരുന്നു അപ്പോഴും. സ്കൂളിൽ നിന്നും കളിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാപ്പിയും മധുരപലഹാരങ്ങളും ഒക്കെ തന്ന ഒരമ്മ. ആത്മാവിന് നിത്യശാന്തി നേരുന്നെന്നുമായിരുന്നു എം ജി അന്ന് പറഞ്ഞത്. ലാലിനെ പോലെ തന്നെയാണ് ഞാൻ ചെന്നാലും മോനെ വാ എന്ന് പറഞ്ഞ് വിളിക്കും. ഒരുപാട് സംസാരിക്കും. അച്ഛനും അതുപോലെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 2 മാസം മുൻപായിരുന്നു ഒടുവിലായി ഞാൻ അമ്മയെ കണ്ടത്. അന്ന് ആളുകളെയൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമാണെന്നും എം ജി ശ്രീകുമാർ പറഞ്ഞു. കുട്ടിക്കാൽ മുതലേ തുടങ്ങിയ ബന്ധമാണ് മോഹൻലാലും എം ജി ശ്രീകുമാറും. സിനിമയായിരുന്നു സ്വപ്നമെങ്കിലും ഇടയ്ക്ക് ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു എം ജി. പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് സിനിമയിലേക്ക് തന്നെ വരികയായിരുന്നു. സിനിമാ മേഖല അത്ര നല്ലതല്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് തന്നെ ജീവിതം എന്ന നിലപാടിലായിരുന്നു എം ജി. സിനിമയിലെത്തി പേരെടുത്തതിന് ശേഷവും ഞാനും ലാലുവും പഴയതുപോലെയാണ്. ലാലുവിന് വേണ്ടി ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റി. ലാലേട്ടൻ ശബ്ദം പോലെ തന്നെയാണ് ആരാധകർ പറയുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്.
അന്നത്തെ അതേ സൗഹൃദം നിലനിർത്തി മുന്നേറുകയാണ് ഇരുവരും. ഇടയ്ക്ക് എം ജിക്കൊപ്പം ചാനൽ ചർച്ചകളിലേക്ക് മോഹൻലാൽ എത്തിയിരുന്നു. ലാലേട്ടനെ ചോദിക്കുന്ന കുരുന്ന് ഗായകരെക്കുറിച്ചും എം ജി പറയാറുണ്ട്. ഇടയ്ക്ക് ടോപ്പ് സിംഗറിലേക്ക് അതിഥിയായി മോഹൻലാൽ എത്തിയിരുന്നു. ജീവിത വിശേഷങ്ങളും ഇരുവരും അന്ന് പങ്കുവച്ചിരുന്നു. ലാൽ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ലെന്നായിരുന്നു എം ജി പറഞ്ഞത്. അതേസമയം തന്നെ എം ജി ശ്രീകുമാറിനെ അനുകൂലിച്ചെത്തുന്നവർ നിരവധിയാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണ്. എങ്കിൽ പോലും എം ജി ശ്രീകുമാറിനെ വിമർശിച്ച് ശാന്തിവിള ദിനേശ് രംഗത്തെത്തിയതും ഒരു തവണ ചർച്ചയായിരുന്നു.